നോക്കിയാൽ കാണാവുന്ന ദൂരത്തിരുന്ന രണ്ട് ഡെസ്കുകൾ തമ്മിൽ മത്സരിക്കുകയാണ്. എല്ലാം അയ്യപ്പ ഭക്തരുടെ നന്മയ്ക്കു വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരാശ്വാസം. ലേറ്റായാലും ലേറ്റസ്റ്റായി വരണമെന്ന ഉദ്ദേശത്തോടെ മുതിർന്ന നേതാവ് കെ മുരളീധരനെ എത്തിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഡെസ്ക് ഇട്ടത്. ചൂടുവെള്ളം, മിനറൽ വാട്ടർ, ബിസ്ക്കറ്റ് എന്നിവയെല്ലാം ഉണ്ട്. വൃശ്ചികം 1 ഹെൽപ്പ് ഡെസ്ക് ഇട്ടത് സംസ്ഥാന ജനറൽ സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയാണ്. യൂത്തിന്റെ പേരൊഴിവാക്കി അസംഘടിത തൊഴിലാളി കോൺഗ്രസ് എന്ന നിലയിലാണ് സഹായ കേന്ദ്രം തുറന്നത്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു ഉദ്ഘാടകൻ. ഡോക്ടറും നഴ്സും അത്യാവശ്യം കുടിവെള്ളവും ചെറുകടിയുമെല്ലാം ഇവിടെയും ഡെസ്കിലുണ്ട്. ആദ്യ ഡെസ്ക് നല്ല നിലയിൽ പോകുമ്പോൾ തന്നെയാണ് രണ്ടാമത്തെ ഡെസ്കിന്റെ വരവ്. എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അല്ല, അത് അസംഘടിത തൊഴിലാളി കോൺഗ്രസ് തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് അവർ തുടങ്ങിയ ഒരു ഹെൽപ്പ് ഡെസ്ക്കാണ്. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച്, ഞങ്ങൾ ജില്ലാ ഭാരവാഹികളെല്ലാം കൂടെ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിൽ തീരുമാനിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് വേണമെന്ന ആവശ്യം എല്ലാ ജില്ലാ ഭാരവാഹികളും, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഭാരവാഹികളടക്കമുള്ള ആളുകൾ തീരുമാനിച്ചതിൻ്റെ മുഖേന ഇട്ട ഒരു ഹെൽപ്പ് ഡെസ്ക് ആയിരുന്നു ഇത്. രണ്ടും രണ്ട് സംഘടനയുടേതാണ്. പുതിയ ഡെസ്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയ്യപ്പന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കാനില്ലെന്നാണ് നഹാസ് പ്രതികരിച്ചത്. തീർത്ഥാടകരുടെ എണ്ണം കൂടിയതോടെ ഹെൽപ്പ് ഡെസ്ക് ഒന്നുകൊണ്ട് മതിയാകില്ല എന്ന ബോധ്യമാണ് പുതിയ സഹായ കേന്ദ്രത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്ന് പറയുന്നു DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ. എന്തായാലും തീർത്ഥാടനം അവസാനിക്കുന്നതോടെ മത്സരം സ്റ്റാൻഡ് വിട്ടാൽ കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വസിക്കാം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.